ഇത് എതിർക്കപ്പെടുന്ന ആളിനേക്കാൾ കൂടുതൽ എതിർക്കുന്ന ആളിന് വന്നപ്പോൾ സ്വാഭാവികമായും ആ ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ട ആൾ പരാജയപ്പെട്ടു. ദയനീയമായി പരാജയപ്പെട്ടിരുന്നു തോമസ് ഐസക്ക് എൻ്റെ വിദ്യാർത്ഥിയും കൂടിയാണ്. ഐസക്കിനോട് പറഞ്ഞിടൂ, തുല്യമായിട്ടുള്ള ആളുകളായിട്ട് ഏറ്റുകൂട്ടാൻ പോകാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ തയ്യാറായിട്ട് ഇതിലൂടെ പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഐസക്ക് പറഞ്ഞു, പക്ഷെ അത് ഞാനൊരു ലൈറ്റായിട്ട് എടുത്തുള്ളൂ, പക്ഷെ പ്രശ്നം ഗൗരവമായി എന്നയാൾ സമ്മതിച്ചു. ജനങ്ങളുടെ ഫീലിങ്സ് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ 100 സീറ്റ് എന്നുള്ളിടത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സതീശൻ ലാസ്റ്റ് മൊമെന്റ് വരെ തയ്യാറായില്ല. വെറുതെ ഒരാൾക്ക് പറയാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു അയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഡിവൈനാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അയാൾക്കൊരു കഴിവുണ്ട്. അതിനൊക്കെ കൂടിയല്ലേ ഉള്ളൂ. 100 102 വർദ്ധിച്ചുള്ളൂ. അതിനുള്ള ശക്തി വെള്ളാപ്പള്ളി നടേശനുണ്ടോ എന്നൊരു കാര്യം ചെയ്യൂ. ബെറ്റ് കേട്ട തിരുവോത്തമനെ നിർത്തും, ജയിപ്പിക്കും. എനിക്ക് കാര്യമായിട്ട് മുടിയൊന്നും നിലയിലില്ല, പക്ഷെ ഞാൻ പഠിക്കാം, നിങ്ങളും മുടി പഠിക്കാൻ തയ്യാറാണ്. മറുവശം യാതൊരു മറുപടിയില്ല. അവസാനം തിരുവോത്തമനെ നിർത്തി, തിരുവോത്തമൻ ജയിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്ന അത് ഞാൻ പറഞ്ഞ ഇതിനിടയ്ക്ക് ഇയാൾ വന്നില്ല ഇവിടെ, എന്താ ബണ്ടിച്ചോർ നേരെ പോയത് ഏറ്റുമാനൂർക്കാണ്. പഴയ ദേവസ്വം മന്ത്രി. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. നേരെ അവിടെ നിന്ന് പോയി കിളിമാനൂർ പോയി പോറ്റിയുടെ വീട്ടിൽ പോയി. പോറ്റിയും കണ്ട് അവിടെ നിന്ന് നേരെ കഴക്കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയും കണ്ടിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ശബരിമലയിൽ പോയ സ്കോപ്പൊന്നുമില്ല, അതുകൊണ്ട് അയാൾ മടങ്ങി വന്ന ഡൽഹിക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ് കേട്ടത്. ശരിക്കും അതാണ് സംഭവിക്കുന്നത്. ഈ വണ്ടിച്ചോറ് വരെ ഇവിടെ അന്വേഷിച്ച് വരിക, വല്ല സ്കോപ്പ് ഉണ്ടോന്ന് അറിയാം. ഇവിടെ വന്നപ്പോൾ കാലി. VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച നടക്കുമ്പോൾ VD സതീശന്റെ പേര് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും VD സതീശനെ മുഖ്യമന്ത്രി ആക്കണ്ട എന്ന് പറഞ്ഞവർ പറഞ്ഞ ഒരു വാദമുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു അര പിണറായിയായി മാറും. ഏകാധിപത്യ രീതിയായിരിക്കും, അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയുള്ള സംസാരമായിരിക്കും എന്നൊക്കെ CPM-കാർ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-മാർ സമ്മതിക്കുന്നുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്നത് ധാർഷ്ട്യവും ഏകാധിപത്യമായിരുന്നു. അത് അതേ രീതിയാണോ ഇപ്പൊ VD സതീശൻ പിന്തുടരുന്നത്? കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം VD സതീശൻ വളർന്നു വന്ന സാഹചര്യവും പിണറായി വളർന്നു വന്ന സാഹചര്യവും രണ്ടും എനിക്കറിയാം. അത് രണ്ടുപേരും വളർന്നു വന്ന സാഹചര്യം ഏറെ കണ്ട ഒരുപോലെയാണ്. പക്ഷേ സതീശനെ സംബന്ധിച്ച സതീശൻ തുടക്കം മുതൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന സതീശൻ ധാരാളം വായിക്കും, വായനാശീലം ഉള്ള ആളാണ്. ഞങ്ങൾ പലപ്പോഴും ഈ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഫോണിൽ കൂടിയും അല്ലാതൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. വായിക്കുക, പഠിക്കുക, അത് പരസ്യമായിട്ടത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഐസക്കുമായിട്ടുള്ള ഡിബേറ്റാണ്. ആ വിഷയം എനിക്കും താല്പര്യമുള്ള വിഷയമാണ്. പക്ഷെ ഐസക്ക് അവസാനം പരാജയപ്പെട്ടതില്ല. കാരണം എതിർക്കപ്പെടുന്ന ആളിന് അത്രയെങ്കിലും വിവരം വേണ്ടേ. ഇത് എതിർക്കപ്പെടുന്ന ആളിനേക്കാൾ കൂടുതൽ എതിർക്കുന്ന ആളിന് വന്നപ്പോൾ സ്വാഭാവികമായും ആ ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ട ആൾ പരാജയപ്പെട്ടു. ദയനീയമായി പരാജയപ്പെട്ടിരുന്നു തോമസ് ഐസക്ക് എൻ്റെ വിദ്യാർത്ഥിയും കൂടിയാണ്. ഐസക്കിനോട് പറഞ്ഞിടൂ, തുല്യമായിട്ടുള്ള ആളുകളായിട്ട് ഏറ്റുകൂട്ടാൻ പോകാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ തയ്യാറായിട്ട് ഇതിലൂടെ പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഐസക്ക് പറഞ്ഞു, പക്ഷെ അത് ഞാനൊരു ലൈറ്റായിട്ട് എടുത്തുള്ളൂ, പക്ഷെ പ്രശ്നം ഗൗരവമായി എന്നയാൾ സമ്മതിച്ചു. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരഭിപ്രായം സ്വന്തമായി പറയുന്നുണ്ടെങ്കിൽ നല്ലപോലെ ആലോചിച്ച് പറയാറുള്ളൂ. ഇതുവരെ അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നു, ജനഹിതം അനുസരിച്ച് പല നിലപാടുകൾ എടുക്കുന്നു. ഇപ്പൊ പ്രിയദർശിനിയാകുമ്പോൾ അത് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അതിൻ്റെതായ പങ്കുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി എടുത്ത നിലപാടായിരുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രിയടക്കം എനിക്കറിയില്ലായിരുന്നു എന്ന് നിർത്തിയതാണ്.
പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്വന്തമായി എടുത്ത നിലപാടാണ്. PM ശ്രീയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ നിലപാടിൽ നിന്ന് മലക്കം മറിയേണ്ട ഒരു സാഹചര്യം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ വന്നു. ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KSUമായി കൊമ്പ് കോർക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മഹിളാ കോൺഗ്രസുകാർ പോലും മുഖ്യമന്ത്രിയുടെ രീതി ശരിയല്ല എന്ന് പറഞ്ഞത്. സ്വന്തം പാർട്ടിയിലെ പോഷക സംഘടന തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുമ്പോൾ ഇതൊക്കെ ഏകാധിപത്യത്തിന്റെ ശബ്ദമായി കണക്കാക്കേണ്ടി വരില്ലേ? അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ ഇതാരെങ്കിലും വേണ്ട ഒരു തീരുമാനം എടുക്കാൻ. ഈ VD സതീശൻ മുഖ്യമന്ത്രിയായ വഴി എനിക്ക് നല്ലപോലെ അറിയാം. ആര് വഴിയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നും അറിയാം. കാരണം അതൊരു പ്രത്യേക തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. കാരണം പാർലമെൻറ്റ് മെമ്പർമാരായിരിക്കുന്നവർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കരുത് എന്നൊരു തീരുമാനം പാർലമെൻ്ററി ബോർഡ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിനെ അനുകൂലിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേഷം കെട്ടി വന്നു. അതാണ് സതീശന് അനുകൂലമായി ആദ്യം വന്ന ഒരു ഫാക്ടർ അതായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ മറുവശത്ത് അന്ന് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നല്ലോ, സീനിയർ ആയിരുന്നു. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഇത്രയധികം MLA-മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വേണുഗോപാലിന് സപ്പോർട്ട് ഉണ്ടാക്കിയതിൻ്റെ കഥയും എല്ലാവർക്കും അറിയാം. ഞാനത് പറയുന്നില്ല. അതാണ് രമേശ് ചെന്നിത്തലയേക്കാൾ എങ്ങനെയായിരുന്നു വേണുഗോപാലിന് എനിക്കറിയില്ല അല്ല. പക്ഷെ ഇത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമല്ല അത്. ഈ 10 വർഷം ഭരിച്ച് നാട് മുഴുവൻ പിടിപ്പിച്ചു എന്ന് ജനങ്ങൾ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ വിധി എഴുതിയ ഒരു ഗവൺമെൻറ്റിന് ബദൽ ഗവൺമെൻറ്റായിട്ട് വരുമ്പോൾ അതിനെ നയിക്കുന്ന ആളിന് ക്വാളിറ്റേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സുപ്പീരിയോറിറ്റി വേണ്ടേ? അത് ഏറ്റവും കൂടുതലുള്ളത് സതീശന് തന്നെയാണ്. ഇനി അയാൾക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും ശരി, അയാൾക്കൊരു അവസരം കൊടുക്കണം. പക്ഷേ അയാൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി അയാളെ ഉപദേശിക്കാൻ ആരും ഇല്ല എന്നുള്ള വലിയൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അപ്പൊ ഹൈക്കമാൻഡ് നിയന്ത്രിച്ചു തുടങ്ങാൻ സമയമായോ മുഖ്യമന്ത്രിയെ? ഹൈക്കമാൻഡിൽ ആരാ യോഗ്യനായിട്ടുള്ള ആൾ? ഹൈക്കമാൻഡിൻ്റെ ഇപ്പോൾ ഹൈക്കമാൻഡിലുള്ള ആൾക്കാരൊക്കെ സോണിയാഗാന്ധി ഓൾമോസ്റ്റ് സ്പെൻഡ് ഫോഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആരോഗ്യപരമായി. പിന്നെ മല്ലികാർജുൻ ഖാർഗെ കർണാടകത്തിൽ നിൽക്കുന്നത് ഖാർഗെയുടെ കേരളത്തിലല്ല, വേറെ ലീഡേഴ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ആരാ ഉള്ളത്? പാർലമെൻ്ററി ബോർഡിൽ ആരെങ്കിലും വേണ്ടേ? ആകെ അല്പം സെൻസുള്ള ആൾ ജയറാം രമേശാണ്. എനിക്ക് അയാൾ വലിയ അഭിപ്രായം, നല്ല അഭിപ്രായമാണ് അതിനെപ്പറ്റി. കാരണം കാര്യങ്ങൾ പക്വതയോട് സംസാരിക്കുന്ന ആളാണ് ജയറാം രമേശ്. ജയറാം രമേശിന് ഒരു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ളൊരു ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതെങ്ങനെ ഇരിക്കും? ഇത് പാർലമെൻ്ററി ബോർഡ് അവിടെ ഇരിക്കും, പക്ഷെ ഭരണം നടക്കുന്നത് തദ്ദേശ പ്രാധാന്യം അനുസരിച്ച് അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിരിക്കും. പ്രാദേശിക അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അങ്ങനെയാണ്. ഇപ്പൊ പ്രതിപക്ഷത്തിന് പല വിഷയങ്ങളും സഭയിലും പുറത്തും നന്നായി അല്ലെങ്കിൽ സർക്കാരിനെ നന്നായി വെട്ടിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം 2 പ്രാവശ്യം ചിന്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ചതൊക്കെ തിരിച്ചു ചോദിച്ചാൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ MP-മാരാകട്ടെ MLA-മാരെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ ഏതെങ്കിലും ഒരു വിവാദപരമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം എടുക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തിന് KC വേണുഗോപാൽ അടക്കം എതിരായി പറയുന്നുണ്ട് VD സതീശനെ. തൊട്ടു പിന്നാലെ മറ്റേതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ അകത്തുള്ള നേതാക്കൾ തന്നെ കോൺഗ്രസ് വലിയൊരു ചർച്ചയുണ്ടാകും. ഈ പ്രധാന വിഷയത്തിൽ നിന്ന് വഴിതെളിച്ചു വിടുന്നുണ്ട്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാകില്ലേ? ഇപ്പൊ സംഗതി VD സതീശനെ നാറ്റിയാലേ മറ്റവർക്ക് ചാൻസ് ഉള്ളൂ എന്ന് അവർക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അവർ ഏത് മാർഗവും ഉപയോഗിക്കും സതീശനെ ചീത്തയാക്കാൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായി തിരിയും. കാരണം ഇത്രയധികം ഭൂരിപക്ഷം കൊടുത്ത് ജനങ്ങളുടെ ഫീലിങ്സ് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ 100 സീറ്റ് എന്നുള്ളിടത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സതീശൻ ലാസ്റ്റ് മൊമെൻ്റ് വരെ തയ്യാറായില്ല. വെറുതെ ഒരാൾക്ക് പറയാൻ പറ്റൂ.
എനിക്ക് തോന്നുന്നു അയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഡിവൈനാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അയാൾക്കൊരു കഴിവുണ്ട്. അതിനൊക്കെ കൂടിയല്ലേ ഉള്ളൂ. 100 102 വർദ്ധിച്ചുള്ളൂ. കാരണം ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഭരണകക്ഷിയുടെ സകല വീഴ്ചകളും വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് തയ്യാറെടുത്ത് പറഞ്ഞ ആളാണ്. ഇതിനൊരു കാര്യമുണ്ട്, ഇപ്പോൾ പി.ടി. തോമസിനെ പോലൊരു MLA ഇല്ല. അത് കോൺഗ്രസിൻ്റെ വലിയൊരു ബലഹീനതയാണ്. മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പിണറായിയോട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരേ ഒരു MLA പി.ടി. തോമസ് ആയിരുന്നു. ആ പി.ടി. തോമസിനെ പോലെ ഒരാൾ പോയി. സുധീരനുണ്ടായിരുന്നു. സുധീരനും ഇപ്പോൾ ഏറെക്കുറെ നിഷ്ക്രിയത്വം, കാരണം ആരോഗ്യ കാരണം കൊണ്ടും പ്രായം കൊണ്ടും സുധീരനും മാറി. പിന്നെ ആരാ ഉള്ളത്? സതീശനേ ഉള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, ചങ്ങനാശ്ശേരി പോയി സുകുമാരൻ നായരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ സതീശന് തയ്യാറാവില്ല, രമേശ് ചെന്നിത്തല ഇനിയും തയ്യാറാവില്ല. ഇപ്പോ സുകുമാരൻ നായരെ കാണാൻ പോയില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പല രീതിയിലുള്ള അതൃപ്തി ആദ്യം മുതലേ അറിയിക്കുന്നുമുണ്ട്. എന്നാൽ കൂടി ഏറ്റവും ആദ്യം വിവാദമായ ഒരു കാര്യമുണ്ട്, വടശ്ശേരി ദാമോദര മേനോൻ മകൻ എന്ന് പറഞ്ഞത്. അപ്പോ സുകുമാരൻ നായരെ കാണാൻ പോകാത്തത് പ്രശ്നമാകുന്നു. അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഒരു രാഷ്ട്രീയ നേതാക്കളും ഇപ്പൊ സുകുമാരൻ നായരെയും കാണാൻ പോകണ്ട, വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ പോകണ്ട, അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ കൂടി അത് തന്നെയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. എന്നാൽ വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞതപ്പോ ശരിയാണ്? അല്ല, അത് അയാളുടെ പൂർണ്ണമായ അഡ്രസ്, അയാളുടെ അച്ഛൻ്റെ പേരും കുടുംബ പേരും ചേർത്ത് പറഞ്ഞു എഴുതുന്ന തെറ്റ്. ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കോഴിക്കോട്ട് പ്രഭാകരൻ മേനോൻ മകൻ അരവിന്ദാക്ഷ് എന്ന് എഴുതി കൊടുക്കണം. അല്ലാതെ എഴുതി കൊടുത്ത് ഇൻകം ടാക്സുകാരൻ്റെ സ്റ്റേറ്റ്മെന്റ് സ്വീകരിക്കുമോ? വോട്ടർ ലിസ്റ്റിലും പേരങ്ങനെയായിരിക്കും കിടക്കണ്ടാവുക. അത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ ചെയ്ത പേരിനല്ല പ്രധാനം, എന്തിൻ്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു അതിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വടശ്ശേരി ദാമോദരൻ നായരുടെ മകനോ അല്ലെങ്കിൽ ദാമോദരൻ പിള്ളയുടെ മകനോ ആയാലും അത് തെറ്റാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ പിതാവ് ആരാണെന്ന് ധൈര്യമായിട്ട് ഒരാൾക്ക് പറയാൻ കഴിയുന്നത് അയാളുടെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുകുമാരൻ നായർ ഒപ്പം കൂട്ടുന്നില്ല, വെള്ളാപ്പള്ളി നടേശനൊപ്പം കൂടുന്നില്ല, മതസംഘടനകളെയോ ജാതി സംഘടനകളെയോ ഒപ്പം കൂട്ടുന്നില്ല. അതൊരു മാറ്റത്തിന്റെ സൂചനയല്ലേ? എല്ലാവരും ഈ രീതിയല്ലേ പിന്തുടരേണ്ടത്? ഏത് സതീശന്റെ? തീർച്ചയായിട്ടും. കാരണം ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി ആരാ? വെള്ളാപ്പള്ളി നടേശൻ ആരാ ശരിക്കും പറഞ്ഞത്? ആ സമുദായ മെമ്പർ എന്നല്ലാതെ അയാൾക്ക് ആ സമുദായത്തിൽ വോട്ടർമാരുടെ ഒരു സ്വാധീനമില്ല. ഇത് പണ്ട് പിന്നെ ചേർത്തല സ്ഥാനാർത്ഥിയായിട്ട് തിലോത്തമനെ CPIയുടെ അയാൾ സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിലോത്തമനെ രണ്ടാമത് നിർത്താൻ പോയപ്പോൾ വിളിയം ഭാർഗവനാണ് അന്ന് CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹം ഈഴവനാണ്. വെള്ളാപ്പള്ളിയെ ഉച്ചിച്ചു തള്ളിക്കൊണ്ടിരുന്ന ഒരു ഈഴവ നേതാവാണ്. ഇത്തവണ നിങ്ങൾ ആരാ സ്ഥാനാർത്ഥി? ഈ ഡയലോഗ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഓഫീസിൽ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം തന്നെ. എന്താ സംശയം? വെള്ളാപ്പള്ളിക്ക് എന്താ സംശയം? അയാളെ നിർത്തിയാൽ ഞങ്ങൾ തോൽപ്പിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ അതിനുള്ള ശക്തി വെള്ളാപ്പള്ളി നടേശനുണ്ടോ? എന്നൊരു കാര്യം ചെയ്യൂ, ബെറ്റ് കേട്ട തിരുവനന്തപുരത്തിനെ നിർത്തും, ജയിപ്പിക്കും. എനിക്ക് കാര്യമായിട്ട് മുടിയൊന്നും നിലയിലില്ല, പക്ഷെ ഞാൻ പഠിക്കാം, നിങ്ങളും മുടി പഠിക്കാൻ തയ്യാറാണ്. മറുവശം യാതൊരു മറുപടിയില്ല. അവസാനം തിരുവനന്തപുരത്തിനെ നിർത്തി, തിരുവനന്തപുരം ജയിച്ചു. അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ ഇന്നില്ല. എന്നിട്ട് പിന്നെ എന്ത് പിണറായി വിജയൻ അയാൾ ആ വണ്ടി കയറ്റേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്ന അത് ഞാൻ പറഞ്ഞ ഇതിനിടയ്ക്ക് ഇയാൾ വന്നില്ല ഇവിടെ, എന്താ ബണ്ടിച്ചോർ ഇവിടെ സബ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ബണ്ടിച്ചോർ ആരാന്നറിയോ? വലിയൊരു കളവിൻ്റെ ആളാണ്. അയാൾ ഇവിടെ വന്ന് അയാളുടെ പേരിൽ കേസുണ്ടായിരുന്നു. ആ കേസ് നടത്തിയിരുന്ന ആൾ മരിച്ചു. അതിനിടയ്ക്ക് അയാൾ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ഏതോ ഒരു യാത്രക്കാരൻ കണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് പോലീസോട് ഇങ്ങനെ ബണ്ടിച്ചോർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ പോലീസ് ചെന്നു, എന്തിനാണെന്ന് ഇന്ന വക്കീലിനെ അന്വേഷിച്ച് വന്നതാണെന്ന്.
അപ്പോൾ അയാൾ മരിച്ചുപോയല്ലോ എന്ന് പോലീസുകാർ പറഞ്ഞു. എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അയാൾ പോയി. അപ്പം ഞാൻ അതിനെ ഒരു പിന്നെ തമാശ രൂപത്തിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചത്, നേരെ പോയത് ഏറ്റുമാനൂർക്കാണ്. പഴയ പിന്നെ ദേവസ്വം മന്ത്രി അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. നേരെ അവിടെ നിന്ന് പോയി കിളിമാനൂർ പോയി പോറ്റിയുടെ വീട്ടിൽ പോയി. പോറ്റിയും കണ്ട് അവിടെ നിന്ന് നേരെ കഴക്കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയും കണ്ടിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ശബരിമലയിൽ പോയ സ്കോപ്പൊന്നുമില്ല, അതുകൊണ്ട് അയാൾ മടങ്ങി വന്ന ഡൽഹിക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ് കേട്ടത്. ശരിക്കും അതാണ് സംഭവിക്കുന്നത്. ഈ വണ്ടിച്ചോറ് വരെ ഇവിടെ അന്വേഷിച്ച് വരിക, വല്ല സ്കോപ്പും ഉണ്ടോയെന്ന് അറിയാം. ഇവിടെ വന്നപ്പോൾ കാലി. അവിടെ ചെന്നപ്പോഴോ BJP അവിടെ രാമനെ ഒരുമാതിരി ഒന്ന് ആലോചിച്ച് നോക്കുക. അയോധ്യയിൽ ഈ അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ കഴിഞ്ഞോണ്ട് ഇതാരാ? സോഷ്യലിസ്റ്റ് പാർട്ടി കാൻഡിഡേറ്റാണ്. BJP തോറ്റു. എന്നാരെങ്കിലും BJPക്ക് തലയ്ക്ക് വെളിവ് വരണ്ടേ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു ധാരണയെക്കുറിച്ച്? അവിടെ കക്കുകൂടി കഴിഞ്ഞപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയാം, എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സും എൻ്റെ വീട്ടുകാരും ഒക്കെ തന്നെ വലിയ ഭക്തന്മാരാണ്. ഞാൻ മാത്രം അതിന് എക്സെപ്ഷൻ. ഞാൻ പോകില്ല, അമ്പലത്തിൽ പോകാറില്ലൊന്നുമില്ല. അവർക്ക് ഇനിയിപ്പം മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഈ ശബരിമല കട്ട മാർക്സിസ്റ്റുകാരെ കുറ്റം പറയണമെങ്കിൽ ആർക്കാ? ഇപ്പം പറയാവുന്ന കോൺഗ്രസിന് പറയാം, വേറെ ആർക്കും പറയാൻ അവകാശമില്ല. ഈ നാട് അവരെന്താ ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് മുൻനിർത്തി ഇപ്പോൾ കണ്ടില്ലേ, ശവക്കല്ലറയിൽ നിന്ന് സ്ലാബ് പൊക്കുന്ന 2 ദിവസം പേപ്പർ കണ്ടില്ലേ? സെമിനാറിയിൽ നിന്ന് സ്ലാബ് പൊക്കി കൊണ്ടുപോയത്. അത് റിപ്പോർട്ടുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ. കാരണം ഈ എന്താ ആ കറുത്ത സ്ലാബ് ഉണ്ടല്ലോ, ശവക്കല്ലയുടെ മുകളിലുണ്ട്, ആ സ്ലാബ് കൊണ്ടുപോയി. 4-5 ആൾ വന്നാലേ പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ ഈ മരിച്ചുപോയ ആൾക്ക് പോലും ഇവിടെ സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറുന്നു. ഈ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നില്ല ഇപ്പോൾ. നോർമലായിട്ടുള്ള പിന്നെ കുട്ടികൾക്ക് മുതൽ സുരക്ഷ കൊടുത്ത് എന്താ? ഇന്ന് 12 വയസ്സായ ഒരു കുട്ടിയെ കാണാതായി, 25 വയസ്സുകാരൻ്റെ കൂടെ പോയി പൂനെ എന്ന് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. ഈ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇതിനൊരു മാർഗം എന്ന് വെച്ചിട്ടൊരു പിടിയില്ല.